ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഞാൻ ക്രിസ് ബിജു തോമസ്, IPC ഹെബ്രോൺ പെന്തക്കോസ്റ്റൽ ചർച്ച് എക്സിറ്റർ UK സഭാംഗമാണ്. ജേണി ത്രൂ ദ സാംസിൻ്റെ 44-ാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം ചിന്തിക്കുന്ന വേദഭാഗം സങ്കീർത്തനം 30-1 മുതൽ 7 വരെയുള്ള ഭാഗമാണ്. ഈ ഒരു സങ്കീർത്തനം ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ്. സങ്കീർത്തനത്തിൽ ദാവീദ് ആദ്യമേ പറയുകയാണ്, ദൈവത്തെ പുകഴ്ത്തേണ്ടതിൻ്റെ ആവശ്യങ്ങളെക്കുറിച്ച് പറയുകയാണ്. 1-ാമത്തെ വാക്യത്തിൽ യഹോവയെ പുകഴ്ത്തേണ്ട ദാവീദിനെ കാണുന്നു. അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ ദൈവത്തിന് സ്തുതി പാടേണ്ടതിനും സ്തോത്രം ചെയ്യേണ്ടതിനെയും കുറിച്ച് ദാവീദ് ഇവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ദാവീദ് ദൈവത്തെ പുകഴ്ത്തുന്നതിൻ്റെ കാരണം ദാവീദിനെ ദൈവം രക്ഷിച്ചിരിക്കുന്നു, വിടുവിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ ദാവീദ് ദൈവത്തെ സ്തുതിക്കേണ്ടതിനെയും പുകഴ്ത്തേണ്ടതിനെയും കുറിച്ച് വ്യക്തമായി ഇവിടെ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ നിന്നെ പുകഴ്ത്തുന്നു, നീ എന്നെ ഉദ്ധരിച്ചിരിക്കുന്നു, ദൈവം എന്നെ വിടുവിച്ചിരിക്കുന്നു, എന്നെ എൻ്റെ ശത്രു എന്നെക്കുറിച്ച് സന്തോഷിക്കുവാനുള്ള ഇടവരുത്താതെ വണ്ണം, അവസരം കൊടുക്കാതെ വണ്ണം അവരുടെ നടുവിൽ നിന്ന് ദൈവം എന്നെ വിടുവിച്ചതും കൊണ്ട് ഞാൻ ദൈവത്തിന് പുകഴ്ച കൊടുക്കുക. പ്രിയ കൂട്ടുകാരെ, ദൈവം നമ്മെ വിടുവിച്ചു, ദൈവം നമ്മെ രക്ഷിച്ചു, ദൈവത്തിൻ്റെ മക്കളാക്കി തീർത്തതിന് കൊണ്ട് ദൈവത്തിന് നമ്മൾ എപ്പോഴും പുകഴ്ചയും കൊടുക്കേണ്ട, ദൈവത്തിന് എപ്പോഴും സ്തുതി കൊടുക്കേണ്ട കാര്യമുള്ളതാണ്. എൻ്റെ ദൈവമായ യഹോവയെ, ഞാൻ നിന്നോട് നിലവിളിച്ചു. ദൈവത്തോട് നിലവിളിക്കേണ്ട, പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യങ്ങളെക്കുറിച്ച് ദാവീദോട് പറയാണ്. ഞാൻ നിന്നോട് നിലവിളിച്ചു, നീ എൻ്റെ നിലവിളി കേട്ട് എന്നെ സൗഖ്യമാക്കുകയും ചെയ്തു. നമ്മുടെ ജീവിതത്തിലും നാം ആയിരിക്കുന്ന അവസ്ഥയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തോട് ചോദിക്കുമ്പോൾ, നമ്മൾ ആവശ്യങ്ങളെ അറിഞ്ഞ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, ഉത്തരമരുളുന്ന ഒരു ദൈവത്തെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ദാവീദ് 4-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, യഹോവയുടെ വിശുദ്ധ നാമത്തിന് സ്തുതി പാടുവിൻ. ദൈവത്തിനെ സ്തുതിക്കേണ്ടതിനെ കുറിച്ച്, ദൈവത്തിനെ ആരാധിക്കേണ്ടതിനെ കുറിച്ച് ദാവീദ് ഇവിടെ എടുത്തു പറയുകയാണ്. അവൻ്റെ വിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യണം. നമ്മുടെ ജീവിതത്തിലും നാം ദൈവത്തെ ആരാധിക്കേണ്ടതിനെ കുറിച്ച് ദാവീദ് ഇവിടെ പറയുകയാണ്. ആ ദൈവത്തിന് സ്തുതിയും സ്തോത്രവും പുകഴ്ചയും നാം കൊടുക്കണം. 6-ാമത്തെ വാക്യത്തിൽ, ഞാൻ ഒരു നാളും കുലുങ്ങി പോകുകയില്ലെന്ന് എൻ്റെ സുഖകാലത്ത് ഞാൻ പറഞ്ഞു. നാം മനുഷ്യ ജീവിതത്തിൽ പലപ്പോഴും പലവർക്കും എപ്പോഴും തോന്നുന്ന കാര്യമാണ്, എന്നെ നല്ല കൂട്ടുകാരുള്ളപ്പോൾ, നല്ല സമ്പത്തുള്ളപ്പോൾ, നല്ല സൗന്ദര്യമുള്ളപ്പോൾ നമുക്ക് മറ്റാവരുടെ ആവശ്യമില്ല, നമുക്ക് മറ്റാരുടെ സഹായമില്ല, നമുക്ക് തന്നെ നിൽക്കുമെന്നുള്ള ചിന്ത വരുമ്പോൾ അലട്ടാറുണ്ട്. ഞാൻ എൻ്റെ സുഖകാലത്ത് ഞാൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും കുലുങ്ങിപ്പോകില്ലെന്ന്. പക്ഷെ ഒരു കാലത്ത് ഇതൊക്കെ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമുക്ക് തോന്നും, നമുക്ക് ആരുടെയും സഹായം വേണ്ട. പക്ഷെ ഇതെല്ലാം നശിച്ചു പോകുന്ന ഒരു സമയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ദൈവം മാത്രമേ നമ്മളുടെ കൂടെ എപ്പോഴും കൂടിയിരിക്കാൻ ഉണ്ടാവത്തുള്ളൂ. അതുകൊണ്ട് ദൈവത്തോടുള്ള ആശ്രയം നാം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും കൊണ്ടു നടക്കേണ്ട കാര്യമുള്ളതാണ്. ദൈവത്തെ ആരാധിക്കേണ്ടതിനെ കുറിച്ച് പറയുകയാണ്, ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടതിനെ കുറിച്ച്, ദൈവത്തോട് സ്തുതി അർപ്പിക്കേണ്ടതിനെ കുറിച്ച് ദാവീദ് ഇവിടെ പറയുകയാണ്. ദൈവത്തിനുള്ള ആശ്രയം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കേണ്ടതിനെ കുറിച്ച് ദാവീദ് ഇവിടെ പറയുകയാണ്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഈ നാളുകളിൽ ദൈവത്തിന് ആരാധന അർപ്പിക്കുന്നവരായി, ദൈവത്തിന് സ്തുതി അർപ്പിക്കുന്നവരായി, ദൈവത്തോടുള്ള പ്രാർത്ഥന അർപ്പിക്കുന്നവരായി, ദൈവത്തിനോടുള്ള ആശ്രയം നമ്മുടെ ജീവിതത്തിൽ വർദ്ധിപ്പിക്കുന്നവരായി തീരുവാൻ എല്ലാവരെയും നമ്മുടെ ദൈവമായ കർത്താവ് സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇത്രയും നേരം വചനം ചിന്തിക്കാൻ സഹായിച്ചതിനായിട്ട് നന്ദി പറയുന്നു. ഈ വചനം പോലെ നമുക്ക് ജീവിക്കാൻ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനെ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ.